അതായത് ഈ കാര്യമൊക്കെ പഠിക്കട്ടെ എന്നൊക്കെയാണ്. ശ്രീത് പണിക്കർ, ഇത് വെറും ഒരു സമ്മർദ്ദം ഉണ്ടാക്കുവാനുള്ള ശ്രമത്തിനപ്പുറം എന്താണ്? ഇവിടെ UDF മേൽക്കൈയുള്ള ഒരു മണ്ഡലത്തിൽ അൻവറിന്റെ ഈ വെല്ലുവിളി അത് UDF കോട്ടമായിട്ട് മാറുമോ? അൻവറിന് മുന്നിൽ ഇനിയും കെഞ്ചേണ്ട ആവശ്യം UDF ഉണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കോൺഗ്രസ് ഇപ്പോൾ ചെയ്തിരിക്കുന്നതാണ് ഒരു പക്ഷേ രാഷ്ട്രീയ ശരി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ അൻവറിന്റെ ഇത്തരത്തിലുള്ള മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾക്ക് ഒരുപക്ഷെ കോൺഗ്രസ് വശപ്പെട്ടിരുന്നുവെങ്കിൽ അത് വളരെ തെറ്റായിട്ടുള്ള ഒരു മാതൃക സൃഷ്ടിക്കുമായിരുന്നു. കാരണം അൻവറിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി അദ്ദേഹത്തിന്റെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ടുന്ന ഒരു കാര്യമില്ല. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൂടി നമ്മൾ ഒരുപക്ഷെ കേട്ടത് കിട്ടാത്ത മുന്തിരിയുടെ പുളിയാണ്. ഇപ്പോ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ തർക്കം എന്ന് പറയുന്നത് ആര്യാടൻ ഷൗക്കത്തുമായുള്ള വ്യക്തിപരമായ പ്രശ്നമേ ഉള്ളൂ. ഈ പറയുന്ന PV അൻവറിന് അത് വർഷങ്ങളായുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഷൗക്കത്ത് വരുമ്പോൾ ഷൗക്കത്തിന് വേണ്ടി കളത്തിലിറങ്ങുവാൻ അൻവറിനെ കൊണ്ട് സാധിക്കുകയില്ല. അത് മാത്രമല്ല, അൻവറിനെ അംഗീകരിക്കുവാൻ ഷൗക്കത്തിന്റെ അനുയായികൾക്കും ബുദ്ധിമുട്ടാണ്. അത് ഇന്ന് രാവിലെ മുതലുള്ള ബൈറ്റുകളിൽ കേട്ടതാണ്. അപ്പോൾ അതാണ് പ്രശ്നം. വ്യക്തിപരമായ ഈഗോയാണ് അവിടെ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. അതിനപ്പുറം അൻവറിന് ഒന്നുമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ BS ജോയിക്ക് വേണ്ടി അദ്ദേഹം ഈ ഉച്ചത്തിൽ സംസാരിക്കുന്നതും അത് കണ്ടു തന്നെയാണ്. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കിട്ടാത്ത മുന്തിരിയുടെ പുളിയാണ് നമ്മളിപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കേട്ടത്. അദ്ദേഹത്തിന് കോൺഗ്രസ് അവിടെ ജയിക്കുക അല്ലെങ്കിൽ ജോയ് സ്ഥാനാർത്ഥിയാവുക എന്നതിനൊക്കെ പ്രധാനം ഒരുപക്ഷെ ആര്യാടൻ ഷൗക്കത്ത് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആകരുത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ താല്പര്യമെന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് അദ്ദേഹം കഴിഞ്ഞ കുറെ കാലമായിട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിൻ്റെതായിട്ടുള്ള ഒരു ആഭ്യന്തരമായിട്ടുള്ള ഒരു വിഷയമാണ് അവരാരെയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കേണ്ടത് എന്ന്. അതിൽ തന്നെ ഏതെങ്കിലും ഒരു കെട്ടിയിറക്ക് സ്ഥാനാർത്ഥിയല്ല, മറിച്ച് ഏറ്റവും മുന്തിയ പരിഗണന മാധ്യമങ്ങളടക്കം രാഷ്ട്രീയ വൃത്തങ്ങളിലടക്കം നൽകപ്പെട്ടിരുന്ന ഒരു വ്യക്തിക്ക് തന്നെയാണ് അവസാനം ഒരു സീറ്റ് ഓഫർ ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. ഇനി അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എങ്കിൽ അത് പറയേണ്ടത് ഇവിടെ നിന്നാണ്. കോൺഗ്രസിൽ നിന്നുള്ള ഒരു വിഭാഗത്തിന് വേണമെങ്കിൽ ആ പ്രശ്നം ഉണ്ടാകാം, ജോയിക്ക് വ്യക്തിപരമായിട്ട് അത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകാം. അങ്ങനെ അതൊന്നും അല്ലാതെ കോൺഗ്രസിന്റെയോ UDF ഒരു വിഷയത്തിൽ, ആഭ്യന്തരമായിട്ടുള്ള ഒരു വിഷയത്തിൽ തൃണമൂൽ കോൺഗ്രസ് എന്താണ് കാര്യം എന്നൊരു ചോദ്യം അൻവറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മറുപടി പറയുക? ഇപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ന്യായം എത്രത്തോളം മുട്ടാപ്പോക്ക് ന്യായമാണ് എന്നുള്ളത് കേട്ടാൽ മനസ്സിലാവില്ലേ? വന്യജീവി ആക്രമണം, ശരിയാണ്, വന്യജീവി ആക്രമണം അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പരിഗണനാ വിഷയമാണ്, രാഷ്ട്രീയ വിഷയമാണ്. അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ സ്ഥാനാർത്ഥി ആരായാലും അത് പരിഗണിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ പോരെ? അതോ ജോയി അവിടെ MLA ആയതിനു ശേഷം മാത്രം ഉണ്ടാകുന്ന വന്യജീവി ആക്രമണ പരിഹാരം മാത്രമേ ഇവിടെ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു നയം സ്വീകരിക്കാൻ കഴിയുമോ? അപ്പോൾ അവിടെ UDF ഒരു സ്ഥാനാർത്ഥി, അത് ആര്യാടൻ ഷൗക്കത്ത് ആയിക്കോട്ടെ മറ്റൊരാളായിക്കോട്ടെ, അവരെ ജയിച്ചു വന്നതിന് ശേഷം ഇതിന് കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ മതി. അതേപോലെ തന്നെ അൻവർ ഇപ്പോഴും അദ്ദേഹം അൻവറിന്റെ ബൈറ്റിൽ അൻവർ പിണറായി സർക്കാരിനെതിരെയാണ് സംസാരിക്കുന്നത്. പക്ഷെ അങ്ങനെ സംസാരിക്കുന്ന ഒരാൾ ഇപ്പോൾ UDF കുളം കലക്കുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എങ്ങനെ വന്നാലും അത് കൃത്യമായിട്ട് ഒരു ഇരട്ടത്താപ്പാണല്ലോ, സംശയമില്ലാത്ത കാര്യമാണ്. സംശയമില്ല. കാരണം അൻവർ എവിടെയാണ് നിൽക്കുന്നത് എന്നും അദ്ദേഹം ആർക്കു വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് എന്നും വ്യക്തമായി പറയേണ്ടത് അദ്ദേഹമാണ്. ഞാൻ മനസ്സിലാക്കുന്നില്ല. നമുക്കറിയാമല്ലോ, അദ്ദേഹം LDFനെതിരാണ്, അദ്ദേഹം BJPക്കെതിരാണ്, അദ്ദേഹം UDF ചേരാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ കോൺഗ്രസിന്റെ തീരുമാനത്തിനോടൊപ്പം നിൽക്കുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത്. അദ്ദേഹത്തിന് എത്രത്തോളം പരസ്പര വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ മുൻപ് പല വിഷയങ്ങളിലും പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസവും തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണ്? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായാലും അവർക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നാണ്. പിന്നീട് പതുക്കെ അതിൽ നിന്ന് മാറ്റമുണ്ടായി, അദ്ദേഹം ഒരു പക്ഷം പിടിക്കാനായിട്ട് തുടങ്ങുന്നു. എന്നിട്ട് UDF തന്നെ ഒരു പ്രശ്നമുണ്ട് എന്ന രീതിയിലുള്ള ഒരു പ്രതീതി ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ അദ്ദേഹം ശ്രമിക്കുകയാണ്. ഞാൻ പറഞ്ഞത് കോൺഗ്രസിൽ ഇതുമായി ബന്ധപ്പെട്ട് പൊട്ടിത്തെറികളൊന്നും തന്നെ നമ്മൾ കേട്ടിട്ടില്ല. അല്ല, കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചത് CPM ആണ്. അതുകൊണ്ടാണല്ലോ സ്ഥാനാർത്ഥി ആര് എന്നുള്ള വലിയ ചർച്ചയിലേക്ക് കടക്കാതിരുന്നത്. കാരണം ഇവിടെ നിന്ന് ഒരാളെ കിട്ടുമെന്ന പ്രതീക്ഷയായിരുന്നു. അത് സ്വാഭാവികമായിട്ടും ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ ആയിരിക്കില്ലേ ശ്രീത് പണിക്കർ? അതോ ഈ അൻവർ പറയുന്ന പോലെ ആര്യാടൻ ഷൗക്കത്ത് നേരത്തെ LDF സ്വതന്ത്രനായി മത്സരിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് അങ്ങോട്ട് ചെന്നയാളാണ്, പക്ഷേ CPM പ്രാദേശിക നേതാക്കൾക്ക് അതിൽ താല്പര്യമുണ്ടായിരുന്നില്ല എന്ന്. പക്ഷേ ഇവിടെ കോൺഗ്രസിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയും അവിടെ നിന്ന് ഒരാളെ അടർത്തിയെടുക്കാൻ പറ്റുമെന്നും CPM കരുതിയതല്ലേ യഥാർത്ഥത്തിൽ? അതും പൊളിച്ചു കളഞ്ഞില്ലേ ഇപ്പോൾ കോൺഗ്രസിന്റെ ഇന്നത്തെ ഈ തീരുമാനം? മഞ്ജുഷ്, അത് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നതിൽ ഈ രണ്ട് പേരുകളാണ് ആദ്യം മുതൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടത്. നമുക്കറിയാമല്ലോ, ഇത് കഴിഞ്ഞ ജനുവരിയിൽ വെക്കേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സീറ്റാണ്. ഇത്രയും കാലത്തിനോടകം അങ്ങനെയെങ്കിൽ കൂടുതൽ പേരുകൾ വരാമായിരുന്നു, പുതിയതായിട്ടുള്ള ഒരു പേര് വരാമായിരുന്നു. ഇതൊന്നും ഉണ്ടായില്ല. ഈ രണ്ട് പേരുകൾക്കപ്പുറത്തേക്ക് അതിൽ തന്നെ ആര്യാടൻ ഷൗക്കത്തിന് മുൻതൂക്കം എന്ന രീതിയിലുള്ള ഒരു ചർച്ച മാത്രമേ രാഷ്ട്രീയമായിട്ടുള്ള സർക്കിളുകളിലാണെങ്കിലും മാധ്യമങ്ങളിലാണെങ്കിലും ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ LDFനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആരാണ് മത്സരിക്കാൻ പോവുക? അവിടെ M സ്വരാജ് തന്നെ മത്സരിക്കുമോ? അവിടെ വേറെ ആരെങ്കിലും വരുമോ? അവരുടെ DYFയിൽ നിന്ന് ആരെങ്കിലും വരുമോ? അതോ പാർട്ടിയുടെ ജില്ലയിലുള്ള ചുമതലയിലുള്ള ആൾക്കാർ വരുമോ? ഇങ്ങനെയുള്ള കുറേ
പേരുകൾ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടു. ഒന്നും ഒരു കോൺക്രീറ്റ് ആയിട്ട് വിശ്വസനീയമായ രീതിയിലത്തേക്ക് വന്നില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാലക്കാട്ട് ഇവർ സ്വീകരിച്ചിരുന്ന ഇതേ മോഡലാണ്. കാരണം പാലക്കാട്ട് ആ തെരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസും BJP യും തമ്മിലുള്ള തെരഞ്ഞെടുപ്പാണ് എന്നും CPM അവിടെ നിന്ന് കഴിഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ വെറുതെ കുരുതി കൊടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന ഒരു സംഭവം ഉണ്ടായിരുന്നത് കൊണ്ട് അവർ അവസാനം വരെ വെറുതെ നിൽക്കുകയും അവസാനം കോൺഗ്രസിൽ ഒരു അന്തഛിദ്രമുണ്ടായി. അതിൽ നിന്ന് സരിൻ പുറത്തു വരികയും പുറത്തു വരുന്ന ആളിനെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. അതേപോലെ ഒരു പക്ഷേ ഇവിടെയും അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവും. അത് ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ ആയിരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ VS ജോയിയെ കിട്ടില്ല അതിനുവേണ്ടി. ജോയി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 1000 തെരഞ്ഞെടുപ്പുകളിൽ സീറ്റ് നിഷേധിച്ചാലും കോൺഗ്രസിനെതിരെ ഒരക്ഷരം മിണ്ടില്ല എന്നാണ്. ജോയിക്ക് അതൃപ്തിയുണ്ട്, അത് സംശയമില്ലാത്ത കാര്യമാണ്. സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചയാളുമാണ്. പക്ഷേ ജോയിയെ പോലെയുള്ള ഒരാൾ കോൺഗ്രസിനെതിരെ ശബ്ദിക്കുമെന്ന് കരുതാനാവില്ല. ഡോക്ടർ B ജയരാജ്, CPM-ന്റെയും LDF-ന്റെയും ആ ഒരു പ്രതീക്ഷ കൂടി ഇവിടെ തകർന്നിരിക്കുകയല്ലേ? ഇത്രയും മികച്ച രീതിയിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത് കോൺഗ്രസിൽ പതിവുള്ള കാര്യമല്ല. പക്ഷേ സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ഭംഗിയായിട്ട് അത് നിർവഹിച്ചിട്ടുണ്ട്, പാലക്കാട് ഉൾപ്പെടെ. ഇവിടെയും അത് പ്രതിഫലിക്കുകയാണ് ഇപ്പോൾ.